റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നെഹ്റു ട്രോഫിയിലെ അനിശ്ചിതത്വം ഒഴിയുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഈ മാസം 28-ന് വള്ളംകളി നടത്താനാണ് ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നത്. തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന ബോട്ട് ക്ലബ്ബുകളും വള്ളമുടമകളും ആവശ്യപ്പെട്ടു. ഇക്കാര്യം നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടറെ നേരിട്ട് അറിയിക്കും. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനമായത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നെഹ്റു ട്രോഫി എന്ന് നടത്തണം എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ വന്നത്. 28-ന് നടത്താനാണ് ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോട് കോഫി വിത്ത് അരുണിൽ പറഞ്ഞിരുന്നു 1 കോടി രൂപ ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും നൽകും എന്നതുൾപ്പെടെ അറിയിച്ചിരുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ശിശിര, ശ്രുതി, ഒടുവിൽ ആ തീരുമാനമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വള്ളംകളി നടത്താൻ തീരുമാനമായിരിക്കുന്നു. ഇനിയിപ്പോൾ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗം, ആ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനമെടുക്കേണ്ടത്. തീയതി സംബന്ധിച്ച് സെപ്റ്റംബർ 28 ഏകദേശം എല്ലാവരും സൗകര്യപൂർവ്വം പറഞ്ഞ ഒരു തീയതി. ശനിയാഴ്ചയോട് വള്ളംകളി പ്രേമികൾക്ക് പ്രിയമാണ്. സെപ്റ്റംബർ 28 ശനിയാഴ്ചയാണ്. അന്ന് മറ്റ് വള്ളംകളികളില്ല. ഓണം കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച അവർക്ക് പരിശീലനത്തിന് കിട്ടുകയും ചെയ്യും. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച പരിശീലനം വീണ്ടും തുടരാനുള്ള ഒരു സമയം അവർക്ക് ആവശ്യമാണ്. മാത്രമല്ല ഓരോ ബോട്ട് ക്ലബ്ബുകൾക്കും ആവശ്യമായ ഭീമമായ തുക ഇനിയും ഒരുപാട് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെയും ഒരു സാവകാശം കിട്ടും. അങ്ങനെയാണ് സെപ്റ്റംബർ 28 എന്ന തീയതിയിലേക്ക് എത്തുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെപ്റ്റംബർ 28-ന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സെപ്റ്റംബർ 29-നായിരിക്കും. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് വള്ളംകളി നടത്തിപ്പുകാരും അതിൻ്റെ ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളും എല്ലാം പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് വെച്ച സമയത്താണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22 ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് വേണ്ടി 2,45,00,000 രൂപ സർക്കാർ അനുവദിക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ് ബേപ്പൂർ. അവിടേക്ക് 2.5 കോടി അനുവദിക്കുകയും നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് റിപ്പോർട്ടറാണ് വാർത്തയായി പുറത്തു കൊണ്ടുവന്നത്. അതോടുകൂടി വള്ളംകളി നടത്തണം എന്ന ആവശ്യം ശക്തമായി. മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. ഒടുവിൽ വള്ളംകളി നടത്തണം എന്ന തീരുമാനത്തിലേക്ക് ഒരു സർക്കാർ തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ രാവിലെ ഇക്കാര്യം ടൂറിസം മന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒപ്പം 1 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മന്ത്രി പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്, വള്ളംകളി തീരുമാനിക്കേണ്ടത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ്, അതല്ലാതെ സർക്കാരല്ല എന്നുള്ളതാണ്. പക്ഷേ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മാറ്റിവെച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ സൊസൈറ്റിക്ക് നടത്തിപ്പ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നടത്തണോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാരിനായിരുന്നു. ആ തീരുമാനം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ടത് NTBR സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗമാണ്. ഇന്ന് രാവിലെ കലക്ടർ എത്തിയതിന് ശേഷം കലക്ടറും സബ് കലക്ടറും ജനപ്രതിനിധികളുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച് നാളെയോ മറ്റന്നാളോ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാനാണ് ധാരണ. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ജില്ലയിലെ MLA-മാർ, മന്ത്രിമാർ, MP-മാർ, മുതിർന്ന SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ, എല്ലാ ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ, ഇങ്ങനെ ആകെ ഏകദേശം 90 പേരുണ്ട്. അവരെല്ലാവരെയും വിവരമറിയിച്ച് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഈ യോഗം നടക്കും. ഈ യോഗത്തിലാണ് വള്ളംകളി നടത്തുന്നത് സംബന്ധിച്ചുള്ള തീയതി സംബന്ധിച്ചുള്ള തീരുമാനം പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ വള്ളംകളി ബോട്ട് ക്ലബ്ബുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗാണ്. 12 മത്സരങ്ങളാണ് അതിലുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യത്തെ 9 സ്ഥാനക്കാരാണ് ഈ ബോട്ട് ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. അതിൽ പങ്കെടുത്താൽ മാത്രമേ ഇവർക്ക് ചെലവാക്കിയ തുക തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനമുണ്ടാകൂ. അത് തന്നെയാണ് NTBR സൊസൈറ്റിക്കും നല്ലത്, ചാമ്പ്യൻസ് ലീഗ് നടത്തുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ആവശ്യവും ഈ യോഗത്തിൽ ഉന്നയിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും എപ്പോഴാണ് യോഗം നടക്കുക എന്ന കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ യോഗം ചേർന്ന് സെപ്റ്റംബർ 28 എന്ന തീയതിയിലേക്ക് വള്ളംകളി നിശ്ചയിക്കാനാണ് നിലവിലുള്ള പൂർണ്ണമായ സാധ്യത. വ്യക്തമാണ് TV പ്രസാദ്. ഈ മാസം 28-ന് തന്നെ നടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആ യോഗത്തിന് ശേഷമായിരിക്കും ആ തീരുമാനം വരിക. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.